എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കോയുടെ 11ാം ദിവസമാണ് ഇന്ന് മാത്രം കൂടിയത് ഹിന്ദി പതിപ്പിൽ 500 സ്ക്രീനുകളാണ്. ഇത് തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം 100 കോടിയിൽ നിൽക്കില്ലെന്ന് തോന്നുന്നു. അതിനു മുകളിലേക്ക് പോകുമെന്നുള്ള വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു 70 പേർ കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ 30,000 സബ്സ്ക്രൈബേഴ്സ് എന്ന നേട്ടത്തിലേക്ക് എത്തും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മാർക്കോയുടെ 10ാം ദിവസമായ ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിലും ഓവർസീസ് ബോക്സ് ഓഫീസിലും എത്ര നേടി നമുക്ക് നോക്കാം. അപ്ഡേറ്റുകൾ പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ നേടിയത് 1,92 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 2 കോടിക്ക് മുകളിലും ചിത്രം ഇന്നലെ നേടി. ഇതിൽ ഏറ്റവും അധികം റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ വന്നത് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിലൂടെയാണ്. 10ാം ദിവസം ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷനായിട്ട് വന്നത് ഏകദേശം 86 ലക്ഷം രൂപയാണ്. ടോട്ടൽ ഇന്നലെ മാത്രം മാർക്കോ എന്ന ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 4,82 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. ഉണ്ണിമുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ മാർക്കോയുടെ സെക്കൻഡ് വീക്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 15 കോടി രൂപയോളം ചിത്രം സ്വന്തമാക്കി. 10 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 41 കോടിക്ക് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 30 കോടിക്ക് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 10 ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 72-71 കോടി റേഞ്ചിൽ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ന് മാർക്കോയുടെ 11ാം ദിവസമാണ്. ഇന്നും ചിത്രത്തിന് മികച്ച ബുക്കിംഗ് ആണ് കളിക്കുന്ന ഓരോ തിയേറ്ററിലും കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ 11ാം ദിവസവും റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും കേരളത്തിൽ നിന്നും മികച്ചൊരു കളക്ഷൻ നേടാൻ സാധിക്കുമെന്ന് ഇന്നത്തെ ബുക്ക് മൈ ഷോ സ്റ്റാറ്റസിൽ നിന്നും വ്യക്തമാണ്. കഴിഞ്ഞുപോയ ക്രിസ്മസ് ദിനത്തിൽ റിലീസായ ലാലട്ടൻ സംവിധാനം ചെയ്ത ബറോസ് എന്ന 3D ചിത്രത്തിന്റെ കളക്ഷനും റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷനും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 5 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 1,30 ലക്ഷം രൂപയാണ് ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത്. കൂടാതെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 5 ദിവസങ്ങൾ കൊണ്ട് 8,82 ലക്ഷം രൂപയും ചിത്രം സ്വന്തമാക്കി. ആഷിഖ് കപൂർ ചിത്രം റൈഫിൾ ക്ലബിന്റെയും അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 11 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചിത്രം 21 കോടി ക്ലബിൽ ഇടം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ കഴിഞ്ഞുപോയ ക്രിസ്മസ് റിലീസായി എത്തിയ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള ചിത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.